നമസ്കാരം. മലേഷ്യയിലാണ്. കോലാലംപൂർ വന്നതിന് ശേഷം ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് ഞങ്ങൾ ഇതുവരെയും പോയിട്ടില്ല. ഇന്ന് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. സ്ഥലത്തിന്റെ പേര് ബുക്കിത് ബിങ്താങ് എന്നാണ്. ഈ നഗരത്തിലെ ഏറ്റവും വലിയ ഫുഡ് സ്ട്രീറ്റ്, ഒരുപാട് കഫേകൾ, എന്തിനു കൂടുതൽ പറയുന്നു, നൈറ്റ് ലൈഫിന് അത്രയും പറ്റിയ നല്ല കിടിലൻ സ്ഥലം കൂടിയാണത്. വൈകുന്നേരം 6 മണിയായേ. സെൻട്രൽ മാർക്കറ്റിന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ തന്നെയാണ് ഞങ്ങളെടുത്ത റൂമും. ഇനി നേരെ ബുക്കിത് ബിങ്താങ്ങിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? നടന്നു പോകുന്നുണ്ടെങ്കിൽ 2.5 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് മെട്രോ ഒന്നും പോകുന്നില്ല, മോണോ റെയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗമില്ല, ഇവിടുന്ന് അടുത്ത മോണോ റെയിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് മഹാരാജലീല എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. അങ്ങോട്ടേക്ക് ഒരു 800 മീറ്റർ നമുക്ക് നടന്നു പോകാനായിട്ടുണ്ട്. നേരിതാ ഇതുവഴി തന്നെ നടക്കാം. ഈ സ്ഥലത്തിന്റെ പേര് പസർ സീനി എന്നാണ്. അവിടുത്തെ ബസ് സ്റ്റാൻഡാണിത്. ഇതിന്റെ തൊട്ട് മുകളിൽ തന്നെയാണ് മെട്രോ സ്റ്റേഷനും. ഇവിടെ ഇപ്പം നല്ല ഇടിയാണ്. എന്തായാലും മഴ വരുന്നതിന് മുന്നേ മോണോ റെയിൽ സ്റ്റേഷന്റെ ഭാഗത്തെത്തണം. മഴ വന്നാൽ നനയൊന്നുമില്ല. ഇതുപോലുള്ള വഴികളൊക്കെ തന്നെയാണ്. ഡബിൾ ഡെക്കർ ബസ്സൊക്കെ പോകുന്നത് കാണാം. ഇപ്പം നേരെ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇന്നൊരു സൺഡേ ആണ്. നല്ല ട്രാഫിക്കാണ്. ഈ വണ്ടികൾ എത്ര നേരം ട്രാഫിക്കിൽ ഇങ്ങനെ കടന്നാലും ഇവരൊന്നും ഹോൺ അടിച്ച് വെറുപ്പിക്കില്ല. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഒരു മോണോ റെയിൽ പോകുന്നത് കാണാം. ഇതാ അങ്ങനെ വളഞ്ഞ പോവും. അത് നമ്മുടെ മുംബൈയിൽ മോണോ റെയിൽ ഉണ്ട്. ഞങ്ങളതിൽ യാത്ര തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് മോണോ റെയിൽ സ്റ്റേഷനും. സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഇങ്ങനെ മെഷീൻസ് ഉണ്ടാവും. അതിൽ മോണോ റെയിൽ സെലക്ട് ചെയ്യുക, അതിൽ നമ്മുടെ സ്റ്റേഷൻ സെലക്ട് ചെയ്യുക. അത് തന്നെ. ശേഷം 2 പേര്, അതിനുശേഷം ക്യാഷ് കൊടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് കൊടുത്താൽ മാത്രം മതി. ക്യാഷ് അതിലേക്ക് വെച്ച് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി പൊക്കോളും. ഇത് നോട്ട് ഇടേണ്ട ഒരു ഭാഗം മാത്രമാണ്. അത് മര്യാദ വെച്ചില്ലെങ്കിൽ അത് പോയില്ല. ഓക്കെ, പോയി. 3 റിംഗറ്റ് ഇങ്ങനെ ഇട്ടു. 3 റിംഗറ്റ് നമുക്ക് ഇങ്ങനെ ഇടാം. അത് പോയി. ഇനി ബാക്കി കോയിൻസ് ഉണ്ടല്ലോ, അത് അവിടെ ഇട്ടോ. ഇത് നമ്മുടെ ടോക്കൺ ഇതാ നമുക്ക് കിട്ടി. വളരെ സിമ്പിൾ ആണ് കേട്ടോ ഇത്. മോണോ റെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് KL സെൻട്രൽ നിന്നാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ്. ഇനിയിപ്പോൾ 1, 2, 3-ാമത്തെ സ്റ്റേഷനിലാണ് ഇറങ്ങാനുള്ളത്. ഇതാ ഇവിടെ വരെയാണ് പോവുക. മോണോ റെയിൽ വരുന്നത് കാണാം. ഇത് നമുക്ക് പോകാനുള്ള മോണോ റെയിലല്ല, എതിർ ദിശയിലേക്കുള്ള മോണോ റെയിൽ. റാപ്പിഡ് KL. നമുക്ക് പോകാനുള്ള വണ്ടി ഇപ്പം ഇവിടെ വരും. അങ്ങനെ മോണോ റെയിൽ ഇതാ കടന്നു വരികയാണ്. ഇവിടെ നിന്നൊക്കെ കയറാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഈ ഒരു മുൻഭാഗത്തായിട്ട് കയറാം. മോണോ റെയിൽ പോകുന്നതിൻ്റെ താഴെ വഴി തന്നെയാണ് റോഡും കടന്നു പോകുന്നത്. ഇതിൻ്റെ മുന്നിലത്തെ വ്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ എങ്ങനെയാണ്. അങ്ങനെ ബുക്കിത് ബിങ്താങ് എന്ന മോണോ റെയിൽ സ്റ്റേഷനിലെത്തി. വളരെ പെട്ടെന്ന് തന്നെ എത്തി. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ കയറാനും ആൾക്കാരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിവിടുന്ന് എടുക്കും. നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല ശക്തമായ മഴയാണിപ്പോൾ ഇവിടെ. ഒരു മോണോ റെയിൽ വരുന്നത് കാണാം. മഴയത്ത് ഇത് വരുന്നത് കാണാം. നല്ല രസമാണ്. ഇതിനാകെ 4 കോച്ചുകൾ മാത്രമേ ഉള്ളൂ. താഴെയാണെങ്കിൽ ഇതാ വലിയ ബ്ലോക്കാണ്. എന്തായാലും ഈ ഒരു മഴ ആദ്യം കുറയട്ടെ. ഇവിടെ ബ്ലോക്കാണല്ലോ, അതിനിടയിലൂടെ പോലീസ് വാഹനങ്ങൾ വരുന്നത് കാണാം. മഴ ഇപ്പോഴേ പറയുന്നൊരു ലക്ഷണം കാണുന്നില്ല. ഇനി ഈ ഭാഗത്തേക്കാണ് നമുക്ക് ഇറങ്ങി പോകാനുള്ളത്. ഇതാ കണ്ട ഒരു മോണോ റെയിൽ പോവുകയാണ്. ഈ കെട്ടിടങ്ങളുടെ ഇടയിലൂടെ അതങ്ങനെ കടന്നു പോവുകയാണ്.
ഇവിടുത്തെ ആ ഒരു ട്രാഫിക് ആയ സമയത്ത് ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാഴ്ച ഇതാണ് കേട്ടോ. ഓരോ ഭാഗത്തുനിന്ന് ആൾക്കാർ റോഡ് ക്രോസ് ചെയ്ത് നോക്കിയേ. ഇത് നമുക്ക് താഴെ നിന്ന് കാണാം കേട്ടോ. ഇത് കാണാൻ വേണ്ടി മാത്രം ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. മഴയൊക്കെ മാറി ഞങ്ങളിതാ ഈ ഒരു ഭാഗത്തേക്ക് വന്നേ. ഇവിടെ ഇപ്പം ഇനി അടുത്തൊരു സിഗ്നലിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആൾക്കാർ കിടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല. അതായത് ഇവിടെ ഒരുപാട് കെട്ടിടങ്ങളുണ്ടല്ലോ. രാത്രിക്ക് ഇനിയിപ്പോൾ ലൈറ്റൊക്കെ ഇട്ടാൽ ഈ ഭാഗത്തൂടെ മോണോറയിൽ പോകുന്ന ഒരു കാഴ്ച നമുക്ക് എന്തായാലും പകർത്തണം. പിന്നെ ഇവിടെ ഒരുപാട് ഫുഡ് സ്ട്രീറ്റുകളുള്ള കാര്യം ഞങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണല്ലോ. ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ജലാൻ അലോറാണ്. അപ്പോൾ ആ ഭാഗത്തേക്കും കൂടെ പോകാനുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളാണ്. അപ്പോൾ ഇതൊരു മാർക്കറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ മഴ പെയ്തല്ലോ, ഇവിടെയൊക്കെ നല്ലൊരു വഴുക്കലുണ്ട്. മോൻ ചൈനീസ് ബീഫ് റൊട്ടി. ഇപ്പം ഇവിടെ ബീഫ് റൊട്ടി ഇതാ ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഓരോരോ പീസുകളായിട്ട് എടുക്കുന്നതാണ്. നമ്മളെ പൊറോട്ടക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുഴച്ച് വെക്കുമല്ലോ, അതുപോലെയാണ്. റൊട്ടീൻ്റെ ബാക്കി ഭാഗം ഇവിടെ നിന്നാണ് ആക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ മടക്കി ഇവിടെ സെറ്റാക്കി വെക്കും. ഇതാണ് മീറ്റ്. തായ് സ്ട്രീറ്റ് മാർട്ട്, അങ്ങനെ ഓരോരോ കടകളുടെ പേര് കാണാം. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് സ്പാ സെന്ററുകളും ഉണ്ട് കേട്ടോ. ഇതേ റോയൽ സ്പാ എന്നൊക്കെ കാണുന്നില്ലേ, അത് ആ ഭാഗത്താണ്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹോട്ടൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റും. നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ ഡോർമെട്രീസും കിട്ടും ഇവിടെ താമസിക്കാൻ. ഈ ഭാഗത്ത് മുഴുവനും ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ നിർത്തിയിരിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ ഇതിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഒരുപാട് ഈ സ്പായിൽ നിന്നുള്ള ആൾക്കാരില്ലേ, അവരൊക്കെ ഓരോ കാർഡൊക്കെ തരുന്നു. വരൂ സാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഇത് മധുരക്കിഴങ്ങാണ്. ഒരുപാട് മധുരക്കിഴങ്ങൊക്കെ ഇവിടെ കാണാം. പിന്നെ ഇവിടെ ഒരുപാട് ഷവർമ്മ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഷവർമ്മ, മന്തി. അപ്പോൾ ഈ ഷവർമ്മ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ രാത്രി തന്നെയാണ് ഇവിടെ ആൾക്കാർ കൂടി വരുന്നത്. ഇതാ ഇവിടെയാണ് ഷവർമ്മ. എത്ര ഉണ്ടെന്ന് നോക്കിയേ. മോണോറെയിൽ സ്റ്റേഷൻ ഇവിടെയാണ്. ഇനിയിപ്പോൾ ഈ ഒരു വലിയ ഒരു സിഗ്നൽ, ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയൊരു സിഗ്നൽ. നമ്മളിനിപ്പോൾ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യുകയാണ്. എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുള്ളൂ. ആയി ഈ റോഡ് ക്രോസ് ചെയ്യുകയാണ്. ഇത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ആൾക്കാർ വരുന്നുണ്ടോ, ആ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇങ്ങോട്ട് പോവാം, എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. നമുക്ക് തൽക്കാലം ഇങ്ങോട്ട് പോവാം. മോണോറെയിൽ. ആൾക്കാരൊക്കെ വരുന്നത് കാണാം. നേരത്തെ പോയ ഭാഗത്ത് കണ്ട കടകളില്ലേ, അതേപോലത്തെ കടകൾ തന്നെ ഇതാ ഈ ഭാഗത്തും കാണാം. ഇവിടെ ഈ സമയത്ത് വണ്ടിയൊക്കെ എടുത്ത് വന്നാൽ പെട്ടുപോകും. നല്ല ട്രാഫിക്കാണ്. നടന്നു പോകാൻ തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വണ്ടിയും കൂടെ എടുത്ത് വന്നാൽ എല്ലാ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാട് ഐസ്ക്രീം പാർലറുകൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മളിവിടുത്തെ 4 ഭാഗത്തേക്ക് പോയാലും ഇതുപോലുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത്. ഏറ്റവും അവസാനം മാത്രമേ ഫുഡ് സ്ട്രീറ്റിന്റെ ഭാഗത്തേക്ക് പോകുന്നുള്ളൂ. ഈ സ്ട്രീറ്റുകളുടെ പ്രധാനപ്പെട്ട ഭംഗി ഈ ലൈറ്റുകൾ തന്നെയാണ്. എന്തൊരു മനോഹരാണെന്ന് നോക്കിയേ.
ഇതുവഴിയും പോവാം, ദേ അതുവഴിയും പോവാം. പിന്നെ ഇവിടെ ചെറിയൊരു ഭാഗമൊക്കെ ഉണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ പകല് വരുന്നതിനെക്കാട്ടും നല്ലത് രാത്രി തന്നെയാണ്. രാത്രിയിൽ തന്നെയാണ് ആക്റ്റീവ്. ഇത് ഇങ്ങനത്തെ ചെറിയൊരു ഭാഗം, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കിട്ടില്ല പ്ലേസാണ്. ഇതിൻ്റെ പുറകിലായി വലിയ വലിയ കെട്ടിടങ്ങൾ തന്നെയാണ്. പിന്നെ ഇവിടെ തന്നെ വലിയൊരു ഹോട്ടലുണ്ട്, ഗ്രാൻഡ് മില്ലേനിയം എന്നാണ് അതിൻ്റെ പേര്. അതെനിക്ക് തോന്നുന്നൊരു 5 സ്റ്റാർ ഹോട്ടൽ തന്നെ ആവാനാണ് സാധ്യത. ഇതാണത്, ബുക്കിറ്റ് ബിങ്താങ് എൻട്രൻസ്. അപ്പോൾ ഇതുവഴിയാണ്. ഇനി നേരെ ഇങ്ങനെ നടക്കാം. ഇവരെല്ലാ സമയത്തും വന്നിട്ട് ഇതൊക്കെ ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാം. ഇത് വലിയൊരു മാളാണ്. അപ്പോൾ ഇവിടെ നിന്ന് വേറെ എന്തെങ്കിലും വെറൈറ്റി വ്യൂസ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓ, ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു വ്യൂ. ഏറ്റവും മുകൾ ഭാഗം ഇവിടെയാണ്. പിന്നെ നടക്കാനായാലും നല്ല മാറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ടോയ്സ് ഒക്കെ ഉണ്ട്. എല്ലാം കൊണ്ട് അടിപൊളി തന്നെയാണ് ഈ ഭാഗം. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ ഒരു നഗരത്തിലൂടെ രാത്രിയിൽ ഈ ഒരു മോണോറയിൽ പോകുന്നൊരു കാഴ്ച കാണാൻ. നമ്മളിപ്പോൾ കുറേ നടന്നല്ലോ. ഇനിയിപ്പോൾ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഫുഡ് സ്ട്രീറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പം മെയിനായിട്ട് അത് ഉണ്ടാക്കുന്നതാണ് കാണേണ്ടത്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് വെറൈറ്റി ഡിഷുകളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നോക്കാം. ഇത് കണ്ടിട്ട് ബീഫ് ഷവർമ ആകാനാണ് സാധ്യത. അതിൻ്റെ അപ്പുറത്തുള്ളത് ചിക്കൻ തന്നെയാണ്. ഇങ്ങനെ കൊത്തിയെടുക്കുകയാണ് അതിൽ നിന്ന്. ഇവിടെ ചൈനീസിലൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് സീ ഫുഡ് ഐറ്റംസും ഉണ്ടാവും ചിലപ്പോൾ. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തൊക്കെയോ റെഡിയാക്കുന്നൊക്കെ കാണാം. ഇതാ ഒരു ചെറിയ കമ്പില്ലേ, അതുകൊണ്ട് എടുത്ത് കഴിക്കേണ്ടതാണ്. തായ് സ്നാക്സ് ആണ്. ഇവിടെ ബീഫുണ്ട്, അതുപോലെ തന്നെ പോർക്കുണ്ട്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണുള്ളത്. ഇവിടെയൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ പ്രൈസ് കൂടെ ഇതിൽ എഴുതിയിരിക്കുന്നതാണ്. സ്പൈസി ചിക്കൻ 6 റിങ്കറ്റാണ് ഇതിന്. ഒരുപാടുണ്ട്. ഒരു ചെറിയൊരു ഫ്ലിക്കറിങ് ഉണ്ട് കേട്ടോ, അതാ ലൈറ്റിൻ്റെ ആണ്. പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് ആണ്. ചക്ക, ജാക്ക് ഫ്രൂട്ട്. ഈ ചക്കക്ക് തൊടാൻ പാടില്ലാന്ന് ഇതിലുണ്ട്. എന്തായാലും ഇതിനൊക്കെ നല്ല പൈസ ഉണ്ടാവും എന്തായാലും. പിന്നെ ഇത് വെറൈറ്റി ഒരു പഴം. എന്താണ് നവി ഇതിൻ്റെ പേര്? ദുരിയ. അതായത് മലേഷ്യയിലും ഇന്തോനേഷ്യയിലും കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. പഴങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാം. ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും, ഒരു ഗന്ധം ഉണ്ടാവും. അതായത് നമുക്ക് കഴിക്കാൻ തോന്നാത്ത രീതിയിൽ അങ്ങനെ ചിലർക്ക് ഫീൽ ചെയ്യും, ചിലർക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. ഈ തിരക്കിൻ്റെ ഇടയിലൂടെ നടക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ ഇവിടെ കരിക്കൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പഴമില്ല, അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഒരു ഫുഡ് സ്ട്രീറ്റ് ഇതാണ്. ഇവിടെ ഫ്രൈഡ് ജാക്ക് ഫ്രൂട്ട്. ഓ, ചക്കേനെ പൊരിച്ചിട്ട് കിടക്കും. ഇവിടെ ജാക്ക് ഫ്രൂട്ട് ഇതാ ഫ്രൈ ചെയ്തെടുത്ത ചക്ക. അത് തന്നെയാ. പിന്നെ ഇവിടെ ചിക്കനും ബീഫും ഐറ്റംസ് ആണ് ഈ ഭാഗത്തുള്ളത്. ഇതിന്റെ നേരെ ഈ ഭാഗത്തും ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. ഷാൻഹായ് ഹാൻഡ് മെയ്ഡ് പാൻ ഫ്രൈഡ് ബൺസ്, ചൈനയിലത്തെ ഒരു ഡിഷസ് ആണിത്. ഇവരിവിടെ കറക്കി എടുക്കുന്നതൊക്കെ കാണാം.
ഇവിടെ റെഡിയായി വെച്ചതൊക്കെ ഇതാ ഇവിടെയാണ്. ഒരു പീസിന് 5 റിങ്കറ്റ് ആണ്. 5 പീസിനാണെങ്കിൽ 20 റിങ്കറ്റ്. നല്ല രീതിയിൽ തന്നെ അവിടെ കുക്ക് ചെയ്തെടുക്കുന്നത് കാണാം. അവിടെ ആ ഒരു മാവ് പരത്തുന്ന ആ ഒരു ജോലി അവിടെയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു കടയിലേക്ക് പോവാം. ഇവിടെ ബീഫ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ആട്ടിൻകുട്ടിയില്ലേ, ആട്ടിൻകുട്ടീൻ്റെ ഇറച്ചി വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഗ്രിൽ ചെയ്തെടുക്കുന്നത് കാണാം. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ടേബിളൊക്കെ ഇട്ട് ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്ന ഭാഗമാണ്. ഇത് ചൈനീസ് ആണ്, ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ. ചിക്കൻ വിങ്. ഒരു പീസിന് 5 റിങ്കറ്റ്, 5 പീസിന് 20 റിങ്കറ്റ്. സംഭവം കുറച്ച് കൊള്ളാലോ. അവിടെ ഗ്രിൽ ചെയ്തെടുക്കുന്നതാണ്. ഗ്രിൽഡ് സീ ഫുഡാണ് ഈ ഭാഗത്ത്. കൊഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലൂടെ ഐസ് ഇടുന്നുണ്ടോ. ഗ്രിൽ ചെയ്തെടുക്കുന്ന ഭാഗം അവിടെയാണ്. അടുപ്പൊക്കെ ആ ഭാഗത്താണ്. ഇതിൻ്റെ മുകളിലേക്ക്, അതായത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഐസ് ഇടുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഇതൊക്കെയോ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ്. ഇതിൻ്റെ പലതിൻ്റെയും പേരിതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാനൊന്ന് കേൾക്കാത്ത ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതേപോലെ തന്നെ ഇതാ ഈ സൈഡിലുണ്ട് റോസ്റ്റഡ് ഓയിസ്റ്റേഴ്സ്. ഇവിടുന്ന് റെഡിയാക്കി എടുക്കുന്നത് കാണാം. ഇവിടെ ഫ്രൈഡ് ക്രാബ്, അതായത് ഞണ്ടുകളാണിത്. അതിൻ്റെ ആ ഒരു കടിയുന്ന ആ ഒരു ഭാഗം കണ്ടാ. ഇതൊക്കെ അത്രയും ഫ്രഷ് സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടെ മറ്റെന്തൊക്കെയോ റെഡിയാക്കുന്നൊക്കെ കാണാം. ഇവിടെ ഫുഡ് മാത്രമല്ല, ഇവിടുന്ന് ബിയറൊക്കെ ഇരുന്ന് കഴിക്കുന്നവരൊക്കെ കാണാം. നമുക്കെല്ലാം ഇവിടുന്ന് കിട്ടും. കൂടുതലും ഗ്രിൽഡ് ഐറ്റംസ് ആണ് എല്ലായിടത്തും ഉള്ളത്. ക്രാബാണിത്, സാൾട്ടഡ് ക്രാബ്. ഇതിന് 38-99 റിങ്കറ്റൊക്കെയാണ്. കുറച്ച് കൂടുതലാണ്. തായ് കോക്കനട്ട്. സ്ട്രീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതങ്ങ് ഒരുപാട് ഭാഗത്തേക്കുണ്ട്. ഞങ്ങൾ ഇവിടെ വരെ വരുന്നുള്ളൂ, കാരണം ഇപ്പം തന്നെ ഒരുപാട് വന്നു. ഏകദേശം ഒരു 500-600 മീറ്ററെങ്കിലും നടന്നിപ്പോൾ വന്നിട്ടുണ്ടാവും. ഇവിടെ കുറച്ച് വെറൈറ്റി ഐറ്റം റെഡിയാക്കുകയാണ്. ഇവിടെ കട്ട് ചെയ്ത് വെച്ചു. അതൊരു ഓംലെറ്റ് ആണ്. അത് ഈ ഫുഡ് സ്ട്രീറ്റിലത്തെ തിരക്ക് ഇപ്പോഴും ഇതാ ഇങ്ങനെ തന്നെയാണ്. ഫുഡ് സ്ട്രീറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ ഇതാ ഈ ഭാഗത്തേക്ക് വന്നേ. ആൾക്കാരിതാ റോഡ് ക്രോസ് ചെയ്യുന്ന കണ്ട. എത്ര ആൾക്കാരാണ് നോക്കിയത്. എല്ലാവരും നേരെ ആ ഒരു ഫുഡ് സ്ട്രീറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇവിടെ നിന്നൊക്കെ വന്ന് ഓരോരോ മറ്റ് ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. എന്നാൽ ഈ ഒരു സംവിധാനം അടിപൊളിയായി. ഒരേ സമയം എത്ര ആൾക്കാർക്ക് പോവാം. ഇവിടെ ഇപ്പം
ട്രാഫിക്കാണ്. താഴെ ഇപ്പം നല്ല പരിപാടിയൊക്കെ നടക്കുകയാണേ. പോകാനുള്ള മോണോറെയിൽ ഇതാ വരികയാണ്. സെൻട്രൽ മാർക്കറ്റിന്റെ ഭാഗത്തെത്തിയേ. കോലാലംപൂരിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടായിരുന്നു വെള്ളം പിന്നെ കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ഇതൊരു സൂപ്പർ മാർട്ടാണ്. അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടും. ഇനിയിപ്പോൾ നേരെ നമ്മുടെ റൂമിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടുത്തെ ഓരോ ചുമരുകളും കാണാൻ നല്ല രസമാണ്. ഇവിടെ ഒരു വാൾപേപ്പർ ഉണ്ട്, നല്ല ലൈറ്റൊക്കെ ആക്കി കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യാം. 12 സെക്കൻഡ്, 11 സെക്കൻഡ്, 10 സെക്കൻഡ്, 9, 8, 7 ഇങ്ങനെ കാണും. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയത് എവിടെയാണോ അവിടെ തന്നെ തിരിച്ചെത്തി. ഈ സെൻട്രൽ മാർക്കറ്റിൻ്റെ കാര്യം പറയുമ്പം കോലാലംപൂരിൽ ഞങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോ ചെയ്തു. ആ വീഡിയോകളിൽ നിങ്ങൾ എല്ലാ വീഡിയോയിലും കണ്ട ഒരു സെൻട്രൽ പോയിൻ്റാണിത്. കാരണം ഞങ്ങൾ വീഡിയോകളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഈ സെൻട്രൽ മാർക്കറ്റിൻ്റെ മുന്നിൽ നിന്ന് തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ റൂമും. അങ്ങനെ റൂമിൽ തിരിച്ചെത്തിയേ ഒരുപാട് ദിവസങ്ങൾ നമ്മളിവിടെ താമസിക്കുന്നുണ്ടല്ലോ. ഈ കാണുന്നത് കണ്ടോ, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ കുടിച്ചു തീർത്ത വെള്ളത്തിന്റെ കുപ്പിയാണ്. അതിന് മുന്നിലെ ദിവസങ്ങളൊക്കെ നമ്മൾ വേസ്റ്റിലായിട്ട് ഇട്ടിട്ട് അവരത് കൊണ്ടുപോയി. ഇത് ബാക്കി ഇവിടെ വെച്ചാണ്. ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ തോന്നും ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾ കുടിച്ചു തീർത്താണെന്ന്. അതെന്താണ് കാര്യം? ഇപ്പൊ ഇവിടെ AC ആണ്. ഇവിടെ AC അല്ലാത്ത ഒരു റൂം പോലും ഇല്ല. ഞങ്ങൾ ഇപ്പൊ ഓൾറെഡി AC ഇട്ടിട്ടുണ്ട്. കാരണം അത്രമാത്രം ചൂടാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാല്. ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാലോ പകൽ നേരത്ത് നമുക്ക് നടക്കാൻ പോലും പറ്റില്ല. ഹെവി ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലുമാണ്. ഞങ്ങൾ ഓരോ വീഡിയോ ഷൂട്ട് ചെയ്ത് തിരിച്ച് റൂമിലേക്ക് കയറുന്ന സമയത്ത് 2 കുപ്പി വെള്ളം വാങ്ങും. അതിവിടെ എത്തി തീരുന്നത് അറിയില്ല, അത്രമാത്രം ചൂടാന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം, നേരത്തെ വീടിന്റെ തുടക്കഭാഗത്ത് പറഞ്ഞു കാലാവസ്ഥ മാറ്റം. മഴ വരും, വെയിൽ വരും, മഴ വരും, വെയിൽ വരും. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. നമ്മൾ താമസിക്കുന്ന ഈ ഒരു ഹോട്ടലില്ലേ, ഇത് നല്ലൊരു സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഒന്ന് ഷാമ്പൂ, മറ്റൊന്ന് ബോഡി വാഷ് ആണേ. ഇത് തീർന്ന ആ സ്പോട്ടിൽ തന്നെ അവർ കൊണ്ടുവന്ന് തരും. പിന്നെ മാത്രമല്ല റൂം സർവീസ് ആണെങ്കിലും പക്കയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരുപാട് ഫുഡ് സ്ട്രീറ്റുകളുടെ ഇടയിലൂടെ പോയല്ലോ, ഒരു ഫുഡ് പോലും വാങ്ങിച്ച് കഴിച്ചില്ല. അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഇനിയും 10 ദിവസത്തിലധികം മലേഷ്യയിലുണ്ട്. എങ്ങാനും ഏതെങ്കിലും ഫുഡ് കഴിച്ച് വയറിന് പണി കിട്ടിപ്പോയാൽ ഞങ്ങളുടെ യാത്ര മുഴുവനും പോകും. അതുകൊണ്ടാണ് അവിടുന്ന് കഴിക്കാതെ ഇവിടെ സെൻട്രൽ മാർക്കറ്റിന്റെ ഭാഗത്ത് വന്നിട്ട് ഭക്ഷണം കഴിച്ചിപ്പോൾ നേരെ റൂമിലേക്ക് വന്നത്. ഈ ഫുഡ് സ്ട്രീറ്റിന്റെ ഭാഗത്ത് തന്നെ ഒരു മലയാളി ഫാമിലിയെ ഞങ്ങൾ കണ്ടുമുട്ടുകയുണ്ടായി. നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണ്. ഒരു ഫാമിലി ആയിരുന്നു. ഒരു ചേട്ടനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ വൈഫുണ്ടായിരുന്നു, ചെറിയ കുട്ടിയുണ്ടായിരുന്നു. അവര് കണ്ണൂർ പുതിയതൊരു സ്വദേശികളാണ്. അവരവിടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അവർ നാളെ തന്നെ തിരിച്ച് റിട്ടേൺ നമ്മുടെ ഇന്ത്യയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ കോലാലംപൂരിൽ കുറച്ച് ദിവസങ്ങളെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതായത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ മലേഷ്യയിൽ കോലാലംപൂര് വരുവാണെങ്കിൽ കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളാണ് നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ പോയത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് റൂമിൽ വന്നിട്ട് ഒരു മണിക്കൂർ പോലും നമുക്ക് നിൽക്കാൻ സമയമില്ല. ചാർജ് ചെയ്യും, ആ സ്പോട്ടിൽ പോകും. കാരണം നമുക്ക് പരമാവധി സമയങ്ങൾ മാക്സിമം നമ്മൾ വിനിയോഗിക്കേണ്ടത്. കാരണം വെച്ചാല് മലേഷ്യയിലൊക്കെ നമ്മളെ പോലെ സാധാരണക്കാരായി വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഓരോരോ സ്ഥലങ്ങൾ കാണാം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോരോ വീഡിയോ പ്രസന്റ് ചെയ്തത്. പിന്നെ ഈ പൈസന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പൈസന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങളിപ്പം കോലാലംപൂർ സിറ്റിയിലാണല്ലോ ഉള്ളത്. കോലാലംപൂർ സിറ്റിയിൽ നല്ല എക്സ്പെൻസീവ് ആണ്. ബഡ്ജറ്റായിട്ട് വരുമ്പം ഞങ്ങളിപ്പം 3 ആഴ്ചന്റെ അടുത്ത് മലേഷ്യയിലുണ്ട്. ഇപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് ചെലവ് വന്നിട്ടുള്ളത്. അത് മനു പറഞ്ഞു വന്നത്, നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മളൊക്കെ പലതൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് ചെലവ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കേട്ടത്. ഇവിടെ വന്ന സമയത്താണ് എല്ലാ സ്ഥിതിഗതികളും മാറിപ്പോയത്. ശരിക്കും നമുക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ നമ്മള് ഒക്ടോബർ മാസം വരാൻ വേണ്ടി നിന്നൊരു ആൾക്കാരാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് അത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കുറച്ച് പൈസയൊക്കെ ആക്കിയ ശേഷമാണ് ഈ ഒരു മാസത്തേക്ക് മാറ്റി വെച്ചത്. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഇത് നിൽക്കൂലെന്ന് ഇപ്പോഴും സംശയമുണ്ട്. പക്ഷെ നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. കാരണം ഇപ്പൊ നാളെ രാവിലെ നമ്മൾ കോലാലംപൂരിന്ന് ലീവ് ചെയ്യാണ്. അതായത് മലേഷ്യന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. അത് എവിടേക്കാണെന്ന് പറഞ്ഞാൽ പെനാങ്, ജോർജ് ടൗൺ എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. കൂടാതെ തന്നെ ഇപ്പൊ കുറെ ദിവസം എക്സ്പ്ലോറിങ് മറ്റു കാര്യങ്ങളാണല്ലോ. നാളെ ഇനി നമ്മൾ ട്രെയിനാണ് പോകുന്നത്. ട്രെയിൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ AC ഒരു സബർബൻ ട്രെയിൻ മാത്രമേ നമ്മൾ ഇവിടെ കയറിയിട്ടുള്ളൂ ബാത്തു കേവിലേക്ക് പോകുന്നത്. ഇത് പറഞ്ഞാലും മലേഷ്യയിലെ തന്നെ ഏറ്റവും അതായത് ലോങ്ങസ്റ്റ്, അതുപോലെ തന്നെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ കൂടിയാണിത്. അപ്പൊ എന്താ പറയാ, ആ ഒരു ട്രെയിനിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ.